ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ട്, ഈവനിങ് ആയി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, അത് പൊട്ടാറ്റോ ഫ്രൈ ആണ്, പിന്നെ ഒരു യോർക്ക്ഷയർ ഉണ്ട് കേട്ടോ വിത്ത് ഗ്രേവി. അപ്പോൾ അവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതാണ് കേട്ടോ യോർക്ക്ഷയർ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. ജസ്റ്റ് ഓവനിൽ 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഗ്രേവിയോ അല്ലെങ്കിൽ ബേക്ക്ഡ് ബീൻസ് ടിന്നിൽ വരുമല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ചായയുടെ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് കഴിക്കാം കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ഗ്രേവിയാണ് കേട്ടോ. നമുക്ക് ഗ്രേവിയുടെ പൗഡർ ഇതുപോലെ പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഗ്രേവി ആയി വരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് പല ഫ്ലേവർ ഉണ്ട്, ചിക്കന്, ബീഫ്, വെജിറ്റേറിയൻ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ വെജിറ്റേറിയൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലുണ്ട്. ഞങ്ങളിതൊന്ന് പുറത്ത് പോവാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. 5:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് പുതിയ ഫോണിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് അയർലാൻഡിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പുതിയ ഫോണിൽ നമ്മുടെ ഐഫോൺ ഉണ്ടല്ലോ 13 Pro Max, അതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്. ഇപ്പം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇപ്പം കാണാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസുകൾ മേടിക്കാനുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഡെൻലം എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്ന എല്ലാ മോഡലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ മോഡലിലൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 2-3 പാത്രങ്ങൾ വേണ്ടിയിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.
അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു എല്ലാവർക്കും വ്ളോഗ് കാണാനാണ് ഇഷ്ടം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാനിതുപോലെ പുറത്ത് പോകുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ ഒക്കെ പിടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കുക. അതൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്, ഏതാ വേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ അതിനൊക്കെ, 1.5 പ്രൈസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് ഓടിച്ച് കണ്ടിട്ടൊക്കെ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്നൊന്നും കാര്യമായിട്ട് മേടിച്ചിട്ടില്ല, ഒരൊറ്റ പാത്രം മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളും പഴയ ട്രേകളും ഒക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അയവാർക്കി നടക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ മേടിക്കുന്ന ഷോപ്പിൽ അവിടുത്തേനാട്ടി കുറച്ച് കൂടുതൽ പ്രൈസാണ് കേട്ടോ. അവിടെ നല്ല പ്രൈസ് ഉണ്ട്, ഒരു പ്ലേറ്റിനൊക്കെ നല്ല വില ഉണ്ട് ഇവിടെ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ. ഇപ്പം നമ്മൾ പുറത്തിറങ്ങി, ഇനി നമ്മൾ എന്നും പോകുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആഴ്ചയിലൊരിക്കലാണ് ഞങ്ങൾ പുറത്തിറങ്ങുക ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ വീഡിയോ പിടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അലോവിൻ്റെ ഐറ്റംസുകളുണ്ട് കേട്ടോ, മാസ്കുകൾ. അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ, മൂക്കടഞ്ഞിട്ട്. അതുകൊണ്ടാട്ടോ എൻ്റെ സൗണ്ട് ഒന്ന് ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.